നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി വയനാട്ടിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായ രാഹുൽ ഗാന്ധി വയനാട് ജില്ലയിൽ പര്യടനത്തിലാണ്. ഇപ്പോൾ വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായ കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ അദ്ദേഹം റോഡ് ഷോ നടത്തുന്നത്. ദേശീയ നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് എത്തുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ഏതാണ്ട് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് ഇനി വോട്ടെടുപ്പിനായുള്ളത്. സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ കേരളം തയ്യാറെടുക്കുന്ന ഒരു വേദിയിൽ ദേശീയ നേതാക്കന്മാരൊക്കെ അവസാനഘട്ട പ്രചരണം അല്ലെങ്കിൽ മൂന്നാം ഘട്ട പ്രചരണം എന്നൊക്കെ പറയാവുന്ന പ്രചരണത്തിലേക്ക് എത്തുകയാണ്. രാഹുൽ ഗാന്ധി, മോദി ഇവിടെയുണ്ട്, കേരളത്തിലുണ്ട്, തൃശ്ശൂരിലും ആറ്റിങ്ങലിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ന് കൂടുതൽ സജീവമാകുന്നു. സീതാറാം യെച്ചൂരി അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ കൂടുതലായി എത്തുകയാണ്. 3 മുന്നണികളും മത്സരരംഗത്ത് സജീവമാകുന്ന ഒരു വേള. ഇപ്പോഴിതാ വയനാട് മണ്ഡലത്തിൻ്റെ UDF സ്ഥാനാർത്ഥി കൂടിയായ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളിൽ ഇപ്പോൾ റോഡ് ഷോ നടത്തുകയാണ്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കേരള വിഷനിലൂടെ നമ്മൾ കാണുന്നത്. തീർച്ചയായും ഇതിൻ്റെ വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് കൂടി ചേരുകയാണ്. ആന്റണി, അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗങ്ങൾ കൂടുതൽ കൊഴുക്കുകയാണ്. ദേശീയ നേതാക്കന്മാരാൽ മുഖരിതമാണ് കേരളം. കാരണം മോദി എത്തിയിരിക്കുന്നു. തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ ഇന്ന് പ്രചരണ പരിപാടികളുണ്ട്. നേരത്തെ ആന്റണി ജിസ് ജോർജ് തന്നെയാണ് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴിതാ വയനാടൻ MP, നിലവിലത്തെ MP അല്ലെങ്കിൽ വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി അവിടെ റോഡ് ഷോ നടത്തുകയാണ്. ജനസഞ്ചയമാണ് റോഡ് ഷോയിൽ നമുക്ക് കാണാനാകുന്നത്. ഈ തത്സമയ ദൃശ്യങ്ങൾ എവിടെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തുന്നത്? വയനാട്ട്. തീർച്ചയായിട്ടും അജിംഷാദ്, ഇനി തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് 10 നാൾ കൂടി ബാക്കി ആണ് നിൽക്കുന്നത്. 8 ദിവസം കൂടിയാണ് പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളത്. ഏതായാലും അതിന് മുന്നോടിയായി കേന്ദ്ര നേതാക്കളുടെ വലിയ ഒരു ഒഴുക്ക് തന്നെ കേരളത്തിലേക്ക് ഉണ്ടാകുന്നു. ഏതായാലും പ്രധാനമന്ത്രിക്ക് പിന്നാലെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി കൂടിയാണ്. ഈ പത്രികാ സമർപ്പണത്തിന് ശേഷം രാഹുൽ മടങ്ങിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2ാം ഘട്ട പ്രചരണത്തിന് വേണ്ടിയാണ് രാഹുൽ ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ബത്തേരിയിലാണ് റോഡ് ഷോ. ഇന്ന് 6 പരിപാടികൾ രാഹുൽ വയനാട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയും രാഹുലിന് വയനാട്ടിൽ പര്യടന പരിപാടികളുണ്ട്. മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ പര്യടനത്തിനായി രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. അത്തരത്തിൽ ഈ 2ാം ഘട്ട പര്യടനത്തിൽ കൂടുതൽ മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു നീക്കം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ റോഡ് ഷോയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ബത്തേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാഹുൽ ഈ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കും. വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട്ടേക്ക് രാഹുൽ പോകും. കോഴിക്കോട് UDF ഒരു മഹാറാലി സംഘടിപ്പിക്കുന്നുണ്ട്. ആ മഹാറാലിയിൽ രാഹുൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നാളെ കണ്ണൂർ, അതുപോലെ തന്നെ കോട്ടയം, ആലപ്പുഴ അടക്കമുള്ള ഭൂരിഭാഗം മണ്ഡലങ്ങളിലേക്കും രാഹുലിന്റെ പ്രചരണ പരിപാടികൾക്കായി രാഹുൽ എത്തുകയും ചെയ്യും. അത്തരത്തിൽ പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാവുകയാണ്. 10 നാൾ മാത്രം ബാക്കി നിൽക്കുകയാണ് വോട്ടെടുപ്പിന്. അതിന് മുന്നോടിയായി തന്നെ കേരളത്തിലെത്തി സ്വന്തം മണ്ഡലത്തിലും അതുപോലെ തന്നെ കേരളത്തിലും പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാകാൻ തന്നെയാണ് ഇപ്പോൾ രാഹുലിന്റെ നീക്കം. അതിന്റെ ഭാഗമായുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ ബത്തേരിയിൽ പുരോഗമിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ റോഡ് ഷോയിൽ അടക്കം വലിയ ജനപങ്കാളിത്തമാണ് വയനാട്ടിൽ രാഹുലിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അന്ന് പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാഹുൽ ഒറ്റയ്ക്ക്
ഒറ്റയ്ക്കാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു ജനപങ്കാളിത്തം തന്നെ ഈ റോഡ് ഷോയ്ക്കും ഒപ്പം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. നിരവധി പ്രവർത്തകർ രാഹുലിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. പക്ഷേ മറ്റൊരു വിവാദം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നിരുന്നു. അത് ഈ പതാകയുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസിന്റെ പതാക അതുപോലെ തന്നെ ലീഗിന്റെ പതാക ഒക്കെ ഉപയോഗിച്ചില്ല എന്നുള്ളൊരു വിമർശനം വന്ന് രാഹുലിനെതിരെ മുഖ്യമന്ത്രി അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇന്ന് ഇപ്പോൾ നടക്കുന്ന ഈ റോഡ് ഷോയിലും ആ പതാക കോൺഗ്രസിന്റേത് കാണാനില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അവർ നൽകുന്ന വിശദീകരണം, കോൺഗ്രസും AICC ഒക്കെ നൽകുന്ന വിശദീകരണം ഇത് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അത്തരത്തിലുണ്ടായി. പച്ചക്കൊടികൾ പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന തരത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ പ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ദുരുപയോഗം തടയുന്നു എന്നായിരുന്നു വാദം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ലീഗിന്റെ അടക്കം പതാകകൾ ഉത്തരേന്ത്യയിൽ മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു ഘട്ടത്തിൽ അതുകൂടിയൊക്കെ പരിഗണിച്ചാണ് ഈ പതാക ഉപയോഗിക്കാതിരുന്നത്. അന്ന് ഈ മുഖ്യമന്ത്രി അടക്കം ഉന്നയിച്ച ആരോപണങ്ങളെ UDF അടക്കം തള്ളിക്കളയുകയും ചെയ്തിരുന്നു. കാരണം അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്, അതിൽ മറ്റുള്ളവർ ഇടപെടേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഈ പതാക വിവാദം ഒഴിച്ചു നിർത്തിയാൽ മണ്ഡലത്തിൽ കൂടുതൽ തന്നെ ഈ ശക്തമായ ഒരു പോരാട്ടം തന്നെ നടക്കുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് രാഹുൽ ഈ രണ്ടാം ഘട്ട പ്രചരണത്തിന് എത്തുന്നത് എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ആ റോഡ് ഷോ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ബത്തേരി ടൗണിലാണ് റോഡ് ഷോ നടക്കുന്നത്. രാഹുൽ ഇനി 2 ദിവസത്തോളം കേരളത്തിൽ ഉണ്ട്. ഇന്നും നാളെയുമാണ് വയനാട്ടിൽ രാഹുലിന്റെ പര്യടന പരിപാടികൾ ഉള്ളത്. അതിനിടയിൽ കോഴിക്കോടും രാഹുൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 18-നും 22-നും രാഹുൽ വീണ്ടും കേരളത്തിലേക്ക് എത്തുമെന്ന് കണ്ണൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലേക്കും രാഹുലിന്റെ ഒരു റോഡ് ഷോ എത്തും. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി തൃശ്ശൂരിൽ കുന്നംകുളത്ത് നടക്കാനിരിക്കുകയാണ്. മോദി കേരളത്തിൽ ഉണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അജിംഷാദ്, തീർച്ചയായും മോദിയും കേരളത്തിൽ, രാഹുൽ ഗാന്ധിയും കേരളത്തിൽ, ഇരുവരും 2 ജില്ലകളിലായി പ്രചരണത്തിലാണ്. രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിലാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായിരുന്നാലും ഇതിൻ്റെയൊക്കെ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന്റണി ജിസ് ജോർജ് നൽകിയത്.